ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം കേട്ടോ. ഇത് എപ്പോഴും റെയിൽവേ ഗേറ്റ് അടവിൽ പെട്ടെടുക്കും. എന്തായാലും ഇന്ന് പെട്ടില്ല. വീടെത്തി പപ്പയമ്മയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ അനിയൻ, അച്ചു നട്ടോ പേര്. അങ്ങനെ അവനെ പിടിച്ചെടുത്ത് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ചപ്പാത്തിയും മീൻകറിയാണ്. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ റെഡിയായി പള്ളിയിലോട്ട് പോകാൻ നിന്ന് കേട്ടോ. ഞാനും മമ്മിയും അനിയനും ഉണ്ണിയണ്ണനും കൂടിയാണ് പോയത്. പപ്പ വന്നില്ല, അപ്പം മരുന്ന് കഴിച്ചിരിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ പള്ളിയിലൊക്കെ എത്തി. ചിറ്റയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സ്ക്രീനിൽ കൂടെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഈ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ ഇതേപോലെ വേറെ ഒരു വീഡിയോ ആട്ടോ എടുത്തത്. ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ആണ് എൻ്റെ അകത്തേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ വട്ടം എന്തായാലും സാധാരണ കല്ലറ തുറന്ന് വരുമ്പോഴത്തേക്ക് അകത്ത് ഈശോയുടെ രൂപം കാണാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഈ വട്ടം കല്ലറ തുറന്ന് വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഈശോ ഇല്ല. ഞാൻ തന്നെ നോക്കും, എന്തോപ്പാ ഇതിപ്പോൾ ഈശോയുടെ രൂപമൊന്നും ഇല്ലല്ലോ എന്ന്. പിന്നെ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് സ്ക്രീൻ നേരെ ഓടി അൽത്താരയിലേക്ക് പോയത്. അവിടെ നമ്മുടെ KCMയിലുള്ള പിള്ളേർ റോൾ പ്ലേ പോലെ ഈശോയുടെ വേഷം ഒരാളെ കൊണ്ട് ഇടിയിപ്പിച്ച് ഇട്ടിട്ടുണ്ടായത്. ഭയങ്കര രോമാഞ്ചം വരുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. അങ്ങനെ തിരിയൊക്കെ തെളിയിച്ച് അവിടെ പള്ളിയിൽ കുർബാനയൊക്കെ കൂടി കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഉണ്ണേണ്ണൻ അച്ചുവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തോട്ട് പോയി കേട്ടോ. അവിടെ പോയി നിന്ന് ഉയർപ്പൊക്കെ കണ്ടു വന്നതിനെ ചോദിച്ച് സംസാരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിയണ്ണനാണെങ്കിൽ പിള്ളേരെ കാണാനായിട്ട് വന്നു കേട്ടോ. ഉണ്ണിയണ്ണനെ കണ്ടപ്പോൾ 2 കുഞ്ഞളിയന്മാർ ഓടി വന്ന് കണ്ടില്ലേ. അങ്ങനെ അച്ഛൻ വന്ന് ഓതുവെള്ളമൊക്കെ തെളിയിച്ച് ആശീർവദിച്ചിട്ട് എല്ലാവരും തിരിയൊക്കെ തെളിയിച്ചിരിക്കുകയാണ്. ഇനി ഈ തിരി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. അത് ഒരു ടാസ്ക്കാണ്. പിള്ളേരെല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പോയി കുർബാനയൊക്കെ എടുത്തട്ടോ. ഇഷ്ടമായിട്ട് കുർബാന കൂടാതെ അങ്ങനെ കുർബാനയൊക്കെ എടുത്ത ശേഷം ഈ തിരി ഇനി എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങൾ കാറിലാണ് വന്നത്. ഇതെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ മമ്മി എന്തായാലും തിരിയാണ് അയച്ചു, ഒരു തിരി മാത്രം മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ അകത്ത് എന്തായിക്കോട്ടെ എന്ന് തിരി വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി തിരിയാണെങ്കിൽ നമ്മൾ ഈശോയുടെ രൂപത്തിൻ്റെ മുന്നിൽ കത്തിച്ച് വെച്ചേട്ടോ. പണ്ടൊക്കെ ഇത് അണയാതെ വീട്ടിൽ കൊണ്ടുപോകുന്നത് തന്നെ വലിയ ടാസ്ക്കായിട്ട് ഞങ്ങൾ കായൽവാരത്തോടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുവരും. എന്തായാലും ഈ വട്ടം ഒരുപാട് ശ്രമപ്പെടാതെ വീട്ടിലേക്ക് തിരിയെത്തിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഫ്രഷായിട്ട് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന്, വീട്ടിൽ കുറേ നാൾക്ക് ശേഷം വന്നത്. അങ്ങനെ വീടിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് ഞാനും നിന്ന് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് നിന്നപ്പോഴത്തേക്ക് അപ്പാപ്പനും അമ്മാമ്മയും എത്തി. പിന്നെ അവരുടെ കൂടെ ഇരുന്ന് കാര്യവും പറഞ്ഞൊക്കെ ഇരുന്ന് അപ്പോഴാണ് നോക്കിയപ്പോൾ വെയിലും മഴയും വരുന്നിടെ. അങ്ങനെ അതും കണ്ടു നിന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ഇഡലിയും ചിക്കൻ കറിയും വടയും ചമ്മന്തിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടപ്പോൾ അവിടെ അവർ 3 പേരും ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ ചിക്കനൊക്കെ എടുത്ത് വെച്ച് കടിച്ചു നിന്ന് നേരെ അങ്ങ് റെഡി ആവാനായിട്ട് പോയിട്ട് അപ്പോൾ പറഞ്ഞു ഇവർ 4 പേരും കൂടി പുറത്ത് പോകാമെന്ന്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കയറി കിടന്നങ്ങ് ഉറങ്ങി. ഉണ്ണേണ്ണനും അപ്പാപ്പയും പപ്പയും അച്ഛനും കൂടി ഒന്ന് ജസ്റ്റ് പുറത്ത് പോയി അവരെല്ലാം ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും അമ്മാമ്മയും മമ്മിയും കൂടി അടുക്കളയ്ക്ക് എടുത്ത് കൂടിയാണ്. അമ്മാമ്മയെ കൊണ്ട് മമ്മി ജോലിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെ നോക്കിയാൽ മമ്മി വാഴയ്ക്കാപ്പം പിടിക്കുക കേട്ടോ. വൈകിട്ടായല്ല. അങ്ങനെ ചായയും വാഴയ്ക്കാപ്പവും ഒക്കെ കൂടി ഇരുന്ന് കഴിച്ചട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ സെയ്തിൽ വന്നത്. അങ്ങനെ പിന്നെ റെഡിയായിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ റെഡി ആയിരുന്നപ്പോൾ ഇവരും അമ്മാമ്മയെ കൊടുത്തു. ഞാൻ പോവാമെന്നും പറഞ്ഞു, അമ്മാമ്മേനെയൊക്കെ അങ്ങോട്ട് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും റെഡിയായി ഇറങ്ങി. ഉണ്ണിയണ്ണനോട് വന്നിപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തേട്ടോ. അതൊക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ അപ്പാപ്പയും അമ്മേനെയൊക്കെ കയറ്റി വീട്ടിലേക്ക് അവരങ്ങോട്ട് കൊണ്ടാക്കി. അങ്ങനെ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കണ്ണല്ലൂരിലേക്ക് വന്നു. അങ്ങനെ വരാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ കാവൽപ്പുഴ വരിക കേട്ടോ വന്നത്. ഈ പാലം എത്ര വർഷമെന്നറിയാമോ ഈ ഭാഗത്തൂടെ ഞാൻ വന്നിട്ട്. എനിക്ക് തോന്നുന്നത് +1 +2 പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. ഇപ്പോഴാണ് അത് തുറന്നത്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നേരെ പള്ളിമുക്ക് വന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോസിൽ വരുന്നവരെ ലവ് യു ആൻഡ് ബൈ.